എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി നമ്മൾ നോമ്പിനൊക്കെ എപ്പോഴും തരിക്കഞ്ഞി ഉണ്ടാക്കാറില്ലേ, എപ്പോഴും നമ്മൾ ചെയ്യുന്ന ഒരു രീതിയിലല്ലാതെ കുറച്ച് വ്യത്യസ്തമായിട്ട് ചെയ്യുന്ന ഒരു റെസിപ്പിയാണ് കേട്ടോ ഇത്. ഈ ഒരു രീതിയിൽ ഒരിക്കലെങ്കിലും തരിക്കഞ്ഞി ഒന്ന് വെച്ച് നോക്കാം കേട്ടോ. നമ്മൾ സാധാരണ ഉണ്ടാക്കുന്നതിനെക്കാട്ടിലും ടേസ്റ്റും കൂടുതലാണ്. ഒരു 10-15 മിനിറ്റ് മതി തയ്യാറാക്കാനായിട്ടും. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്പെഷ്യൽ തരിക്കഞ്ഞി എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. കൂടാതെ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് നമ്മുടെ ഒരു ചാനൽ ഇതുവരെയായിട്ട് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ താഴെ കാണുന്ന റെഡ് സബ്സ്ക്രൈബ് ബട്ടണും കൂടെ ഒന്ന് പ്രസ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കൂടെ മറക്കരുത്. അപ്പോൾ ആദ്യം തന്നെ നമുക്കിതിലേക്ക് വേണ്ടത് പാലാണ്. ഞാനിപ്പോൾ ഇതിലേക്ക് 1.5 ലിറ്റർ അളവിൽ ഫുൾ ഫാറ്റ് പാലാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഒരു 1.5 ലിറ്റർ അളവിൽ പാൽ ഞാൻ ഈ ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് നമ്മൾ സാധാരണ തരിക്കഞ്ഞി ഉണ്ടാക്കാൻ എടുക്കുന്ന റവ തന്നെയാണ്. റവ ഞാനിപ്പോൾ ഇവിടെ വറുത്തിട്ടൊന്നുമില്ല കേട്ടോ. വറുത്ത റവയോ വറുക്കാത്ത റവയോ നമുക്ക് എടുക്കാവുന്നതാണ്. സാധാരണ ഞാൻ തരിക്കഞ്ഞി ഉണ്ടാക്കുന്ന സമയത്ത് 1/2 ലിറ്റർ പാലിന് ഒരു 4-5 ടേബിൾ സ്പൂണോളം റവ എടുക്കാറുണ്ട്. ഇതിപ്പോൾ നമ്മളിവിടെ 1.5 ലിറ്റർ അളവിൽ പാലെടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ ഇതിലേക്ക് ഒരു 12 ടേബിൾ സ്പൂണോളം റവയാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. റവയുടെ അളവ് ചിലപ്പോൾ കൂടിയോ കുറഞ്ഞൊന്നും ഇരിക്കാം. നമുക്ക് എത്രത്തോളം ആ ഒരു കട്ടിക്ക് വേണോ അതിനനുസരിച്ച് റവ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ തന്നെ ഈ ഒരു പാലിയൊരു അടുപ്പിലേക്ക് വെച്ചിട്ട് നല്ല പോലെ തന്നെ നമുക്കൊരു പാലൊന്ന് ചൂടാക്കിയിട്ട് എടുക്കാം. പാൽ ഇതുപോലെ നന്നായിട്ടൊന്ന് ചൂടായിട്ട് വരുമ്പോഴത്തേക്കും ഇനി നമുക്കിതിലേക്ക് നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഒരു 3 ഏലക്കായ ഇതുപോലെ ചതച്ചെടുത്താണ്. ആ ഒരു ഏലക്കായും കൂടി ഇതിലേക്ക് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നല്ല പോലെ തന്നെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഏലക്കായും കൂടി ചേർത്ത് നല്ല പോലെ തന്നെ ഇതുപോലെ ഇളക്കിയതിന് ശേഷം ഇനി നമുക്കിതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാവുന്നതാണ്. ആദ്യം നമ്മളിതിലേക്ക് കുറച്ച് മാത്രം പഞ്ചസാര ചേർത്ത് കൊടുത്താൽ മതി. ലാസ്റ്റ് നമ്മളൊരു മധുരം കൂടി ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. ആദ്യമേ നമ്മളൊരു കറക്റ്റ് പഞ്ചസാര ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ ലാസ്റ്റ് നമ്മളൊരു മധുരം കൂടി ചേർത്ത് കൊടുക്കുന്ന സമയത്ത് ഓവർ മധുരമായി പോകും. അപ്പോൾ ആദ്യം ഇതുപോലെ കുറച്ച് പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ട് നല്ല പോലെ തന്നെ നമുക്കൊന്ന് ഇളക്കിയിട്ടെടുക്കാം. ഇനി നമുക്കിതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ഒരു റവയില്ലേ, ആ ഒരു റവ ഇതിലേക്ക് മുഴുവനായിട്ട് ചേർത്ത് കൊടുക്കാതെ ഒരു 3-4 തവണയായിട്ട് ഇതുപോലെ കുറച്ച് റവ ഇട്ട് കൊടുത്ത് നല്ല പോലെ തന്നെ ഇളക്കിയിട്ടെടുക്കാം. ഒരു 3-4 തവണയായിട്ട് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ഒരു 12 ടേബിൾ സ്പൂൺ റവയും ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നല്ല പോലെ തന്നെ ഇളക്കിയിട്ടെടുക്കാം. അപ്പോൾ ഒരു 12 ടേബിൾ സ്പൂൺ റവയും ഞാൻ ഇതിലേക്ക് മുഴുവനും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്കിത് നല്ല പോലെ തന്നെ ഇളക്കിയിട്ടെടുക്കാം. ഞാനിപ്പോൾ ഇതിലേക്ക് 1.5 ലിറ്റർ അളവിൽ പാലെടുത്തുകൊണ്ടാണ് കേട്ടോ 12 ടേബിൾ സ്പൂണോളം റവ ചേർത്ത് കൊടുത്തത്. അപ്പോൾ ഈ ഒരു റവയും കൂടി ചേർത്ത് അത്യാവശ്യം ഇതുപോലെ കുറുകി വരുമ്പോഴത്തേക്കും നമുക്ക് ഈ ഒരു പാത്രം ഈ ഒരു അടുപ്പത്ത് നിന്ന് മാറ്റി വെക്കാം. ഇനി ഇതുപോലെ വേറൊരു പാൻ എടുത്തിട്ട് നമുക്ക് ഈ ഒരു ഗ്യാസ് അടുപ്പിലേക്ക് വെച്ച് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഇതിലേക്ക് മെയിനായിട്ട് ചേർത്ത് കൊടുക്കേണ്ട ഒരു ചേരുവ റെഡിയാക്കിയിട്ട് എടുക്കാം. നമുക്കിതിലേക്ക് ടോഫി റെഡിയാക്കിയിട്ട് എടുക്കാം കേട്ടോ. അപ്പോൾ ഒരു ടോഫി റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഈ ഒരു പാനിലേക്ക് ഒരു 5 ടേബിൾ സ്പൂണോളം പഞ്ചസാരയൊന്ന് ഇട്ട് കൊടുക്കുകയാണ്. ഈ ഒരു പാനിൻ്റെ എല്ലാ സൈഡിലും ആകുന്ന രീതിയിൽ ഇതുപോലെ വെതറി വേണം നമ്മൾ പഞ്ചസാര ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇനി തീയെ നല്ല പോലെ തന്നെ കുറച്ച് വെച്ച് കൊടുത്തിട്ട് നമുക്കൊരു പഞ്ചസാരയൊന്ന് ഉരുക്കിയിട്ടെടുക്കാം. നമ്മൾ പഞ്ചസാര ഇളക്കി കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇതുപോലെ തീ കുറച്ചിട്ടിട്ട് നമ്മൾ കുറച്ച് സമയം ഒന്ന് വെച്ചിരുന്നാൽ മതി. അപ്പോഴത്തേക്ക് ഒരു പഞ്ചസാര നല്ല പോലെ തന്നെ അങ്ങ് ഉരുകി കിട്ടും. ഇതിപ്പോൾ കണ്ടില്ല, ഒരു കുറച്ച് സമയം കഴിഞ്ഞപ്പോഴത്തേക്ക് തന്നെ പഞ്ചസാര ഇതുപോലെ നന്നായിട്ടൊന്ന് ഉരുകി വരുന്നുണ്ട്. ആ ഒരു പഞ്ചസാര മുഴുവനും ഒന്ന് ഉരുകുന്നതിന് വരെ നല്ല പോലെ തന്നെ നമുക്ക് ഇളക്കി കൊടുക്കാം. ഈ ഒരു സമയത്തൊക്കെ നമ്മൾ തീ നല്ല പോലെ തന്നെ കുറച്ച് വെച്ച് കൊടുക്കണേ, അല്ലെങ്കിൽ ഈ ഒരു പഞ്ചസാര പെട്ടെന്ന് അങ്ങ് കരിഞ്ഞു പോകും. കരിഞ്ഞ് ഒരുപാടങ്ങ് ഡാർക്ക് കളറായി പോയാൽ നമ്മളൊരു തരിക്കഞ്ഞിലേക്ക് ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് ഒരു കയ്പ്പ് പോലെ ഉണ്ടാവും. അപ്പോൾ ഈ ഒരു കാരമൽ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഈ ഒരു കളറാക്കി നമ്മൾ എടുത്താൽ മതി. ഇനി ഇതിലേക്ക് പെട്ടെന്ന് തന്നെ നമുക്കൊരു 5 ടേബിൾ സ്പൂണ് കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്ത് കൊടുത്തിട്ട് നല്ല പോലെ തന്നെ ഇതുപോലെ ഇളക്കി കൊടുക്കുക. ഇതുപോലെ ഈ ഒരു പാനിൻ്റെ അടി ചേർത്ത് വേണം നമ്മൾ ഇളക്കിയിട്ടെടുക്കാൻ വേണ്ടിയിട്ട്. നമ്മളിതിലേക്ക് ഈ ഒരു കണ്ടൻസ്ഡ് മിൽക്ക് കൂടി ചേർത്ത് കൊടുക്കുമ്പോഴത്തേക്ക് പെട്ടെന്ന് തന്നെ അങ്ങ് അടി പിടിക്കാൻ തുടങ്ങും. അപ്പോൾ നല്ല പോലെ തന്നെ നമ്മൾ ഇതുപോലെ ഇളക്കിയിട്ടെടുക്കുക. ആ ഒരു കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്ത് നമ്മൾ ഇതുപോലെ ഇളക്കി കൊടുക്കാൻ തുടങ്ങുമ്പോഴത്തേക്കും തന്നെ ഒരു ഫ്ലെയിമും അങ്ങ് ഓഫ് ചെയ്ത് കൊടുത്തേക്കാം. ഒരു 30-35 സെക്കൻഡ് മാത്രം നമ്മൾ ഇതുപോലെ ഇളക്കി കൊടുത്താൽ മതി. എന്നിട്ട് ഈ ഒരു തരിക്കഞ്ഞിലേക്ക് അപ്പം തന്നെ നമ്മൾ ഈ ഒരു ടോഫി ഒഴിച്ച് കൊടുത്തിട്ട് നല്ല പോലെ തന്നെ ഇളക്കി കൊടുക്കുക. ഇനി ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് കൊടുത്തിട്ട് തന്നെ നമുക്കിത് നല്ല പോലെ തന്നെ ഇളക്കി കൊടുക്കാം. ചെറിയതായിട്ട് ഒന്നും കൂടെ ഒന്ന് നമുക്കിതൊന്ന് കുറുകി കിട്ടണം. നമ്മൾ സാധാരണ ഉണ്ടാക്കുന്ന സമയത്ത് തരിക്കഞ്ഞി എത്രത്തോളം നമ്മൾ കുറുക്കിയിട്ടാണ് എടുക്കുന്നത് അതിനനുസരിച്ച് നമുക്ക് ചെയ്തിട്ടെടുക്കാവുന്നതാണ്. അപ്പോൾ നല്ല പോലെ തന്നെ ഇളക്കി കൊടുത്ത് ഞാൻ ഈ ഒരു പരുവത്തിന് ഇവിടെ നിന്ന് കുറുക്കി എടുത്തിട്ടുണ്ട്. ഇതിൽ നിങ്ങൾക്ക് കുറച്ചും കൂടെ ഒന്ന് കുറുകണമെങ്കിൽ കുറുക്കിയിട്ട് എടുക്കാവുന്നതാണ്. ഒരുപാടങ്ങ് കുറുകി പോകാതിരിക്കുന്നതാണ് കേട്ടോ നല്ലത്. കാരണം നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്ത് അടുപ്പിൽ നിന്ന് മാറ്റി വെക്കുമ്പോഴത്തേക്കും കുറച്ചും കൂടെ ഒന്ന് കുറുകുന്നതായിരിക്കും. ഇനി നമുക്ക് ഈ ഒരു പാത്രത്തിലേക്ക് ഒരു 2-3 ടീസ്പൂൺ അളവിൽ നെയ്യ് ചേർത്ത് കൊടുക്കാം. നെയ്യ് ഒന്ന് ചൂടായിട്ട് വരുമ്പോഴത്തേക്കും കുറച്ച് കാഷ്യൂനട്ട് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഞാനൊന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കുകയാണ്. ഉണക്കമുന്തിരി ഇഷ്ടമാണെങ്കിൽ ഉണക്കമുന്തിരിയും കൂടെ നമുക്ക് ഇതിലേക്ക് ചേർത്തൊന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കാവുന്നതാണ്.
അപ്പോൾ കാഷ്യൂനട്ട് ഞാൻ ഇതുപോലെ നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മൾ സാധാരണ തരിക്കഞ്ഞി ചെയ്യുന്ന സമയത്ത് 2 രീതിയിൽ ചെയ്യാറുണ്ട്. താളിച്ചെടുക്കാറുണ്ട്, താളിക്കാതെ നമ്മൾ കുടിക്കാറുണ്ട്. ഞാനിപ്പോൾ ഇതിലേക്കൊന്ന് താളിച്ചൊഴിക്കുന്നുണ്ട് കേട്ടോ. താളിക്കാതെ വേണമെങ്കിൽ നമുക്ക് കുടിക്കാവുന്നതാണ്. അങ്ങനെ കുടിച്ചാലും നല്ല ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ ഈ ഒരു നെയ്യിലേക്ക് തന്നെ തീരെ ചെറിയൊരു ചെറിയുള്ളി ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്താണ്. അതിട്ട് കൊടുത്തിട്ട് നമുക്കൊന്ന് നല്ലപോലെ തന്നെ ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഇതുപോലെ ഒന്ന് മൂത്ത് വരുമ്പോഴത്തേക്ക് നമുക്ക് ഈ ഒരു തരിക്കഞ്ഞിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ലാസ്റ്റ് നമ്മൾ ഇതുപോലെ ഉള്ളി മൂപ്പിച്ച് ചേർക്കുന്നത് വേണമെങ്കിൽ മാത്രം ചെയ്താൽ മതി. നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു കാഷ്യൂനട്ടും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് നല്ലപോലെ തന്നെ നമുക്കിത് ഇളക്കിയിട്ടെടുക്കാം. അപ്പം നല്ല ടേസ്റ്റി ആയിട്ടുള്ള സ്പെഷ്യൽ ആയിട്ടുള്ള നമ്മുടെ ഒരു കാരമൽ ടോഫി തരിക്കഞ്ഞി ഇവിടെ റെഡി ആയിട്ടുണ്ട്. സാധാരണ നമ്മൾ തരിക്കഞ്ഞി ഉണ്ടാക്കി കുടിക്കുന്നതിനെക്കാട്ടിലും ഒന്നും കൂടി ടേസ്റ്റാണ് കേട്ടോ ഈ ഒരു തരിക്കഞ്ഞി കുടിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ ഒരു നോമ്പിന് തരിക്കഞ്ഞി ഉണ്ടാക്കുകയാണെങ്കിൽ ഒരു തവണയെങ്കിലും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി കുടിച്ച് നോക്കാം കേട്ടോ. ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ മറക്കാതെ തന്നെ നമ്മുടെ കമൻറ്റ് ബോക്സിൽ വന്ന് അറിയിക്കുക. അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കാതെ തന്നെ ഒരു ലൈക്ക് ബട്ടണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യണേ. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുകയും ഫാമിലിയും ഫ്രണ്ട്സൊക്കെ ആയിട്ട് നമ്മുടെ ഒരു വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പുതിയതായിട്ട് നമ്മുടെ ഒരു ചാനൽ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിലും ഇതുവരെയായിട്ട് ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിലും താഴെ കാണുന്ന റെഡ് സബ്സ്ക്രൈബ് ബട്ടണും കൂടെ ഒന്ന് പ്രസ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. കൂട്ടത്തിലൊക്കെ കാണുന്ന ബെല്ലൈക്കണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞാൻ ഇടുന്ന പുതിയ പുതിയ റെസിപ്പികളൊക്കെ നിങ്ങൾക്ക് അപ്പം തന്നെ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. ഇൻഷാ അല്ലാഹ് വീണ്ടും നമുക്ക് ഇതുപോലെ നല്ലൊരു റെസിപ്പി ആയിട്ട് കാണാം.